അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഇൻട്രൊഡക്ഷൻ ടു അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി, ദെൻ ലാപ്സ് റേറ്റ്, എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്, അഡിയബാറ്റിക് ലാപ്സ് റേറ്റ്, ദെൻ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ബേസ്ഡ് ഓൺ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി. And the air pollutants emitted are transported and dispersed in atmosphere. അതായത് നമ്മളിപ്പം ഓട്ടോമൊബൈൽസ് നിന്നായാലും then ഒരു ഫാക്ടറിയുടെ ചിമ്നീസ് നിന്നായാലും പുറത്ത് വരുന്ന എയർ പൊല്യൂട്ടൻസ് എന്താണ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ അതുപോലെ തന്നെ എന്താണ് ഇത് അറ്റ്മോസ്ഫിയറിൽ ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then the effective dispersion of pollutant depends on the degree of stability of atmosphere. Then നമ്മുടെ അറ്റ്മോസ്ഫിയർ രണ്ട് കണ്ടീഷനാണുള്ളത്. സ്റ്റേബിൾ കണ്ടീഷനുണ്ട്, അതുപോലെ തന്നെ അൺസ്റ്റേബിൾ കണ്ടീഷനുണ്ട്. അൺസ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും? അതായത് സ്റ്റേബിൾ അല്ല, നല്ല സോളാർ ഹീറ്റിംഗ് വരുന്ന സമയത്ത്, അവിടെ സോളാർ ഹീറ്റിങ്ങും വിൻഡും ഉള്ള സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആവോ? ഇല്ലല്ലോ. അവിടെ എപ്പോഴും പാർട്ടിക്കിൾ ഒരു ടർബുലൻസ് ഉണ്ടായിരിക്കും. അതാണ് അൺസ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ അൺസ്റ്റേബിൾ കണ്ടീഷൻ എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഹോട്ട് സമ്മർ ആഫ്റ്റർനൂൺസിലൊക്കെ ആയിരിക്കും അൺസ്റ്റേബിൾ കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ഈ ഉച്ച സമയത്ത്, അതായത് നല്ല വെയിലുള്ള ഉച്ച സമയത്ത് എന്താണ് പുറത്ത് വരുന്ന എയർ പാർസൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡിസ്പേഴ്സ് ആവും. ആൻഡ് എങ്ങനെയാണ് ഡിസ്പേഴ്സ് ആവുക? അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എയർ പാർസൽ എന്താണ് അപ്വാർഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ഈ എയർ പാർസൽ മൊത്തം എന്താണ് മുകളിലോട്ട് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യും. ദെൻ എന്നിട്ടാണ് അത് കംപ്ലീറ്റ്ലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്പേഴ്സ് ആവുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ കണ്ടീഷനാണ്. സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏർലി മോർണിംഗ്, അതായത് അപ്പോൾ നമ്മൾ കാമായിട്ട് അധികം വിൻഡോ ഒന്നും ഇല്ലാത്തൊരു സമയമായിരിക്കും ഏർലി മോർണിംഗ്, അതുപോലെ സൺസെറ്റിൻ്റെ ടൈം. ആ സമയത്തൊക്കെയാണ് എന്താണ് സ്റ്റേബിൾ കണ്ടീഷൻ വരുന്നത്. ആ സമയത്ത് എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സോളാർ ഹീറ്റിംഗ് കുറവായിരിക്കും, അതുപോലെ തന്നെ വിൻഡ് ഉണ്ടാവില്ല. ഈ സമയത്ത് എന്തായിരിക്കും? നമ്മുടെ പൊല്യൂട്ടൻ്റ് നോട്ട് പ്രോപ്പർലി ട്രാൻസ്മിറ്റ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് അറ്റ് അറ്റ്മോസ്ഫിയർ. പ്രോപ്പർലി ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ സ്റ്റേബിളും അൺസ്റ്റേബിൾ കണ്ടീഷനും. ഇനി നെക്സ്റ്റ് നമ്മൾ ലാപ്സ് റേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ആൾട്ടിറ്റ്യൂഡ് ഇസ് കോൾഡ് ലാപ്സ് റേറ്റ്. നമ്മൾ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വരുന്ന ഡിക്രീസിനെയാണ് ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ലാപ്സ് റേറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? -dT/dz ആണ്. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ആൾട്ടിറ്റ്യൂഡ് ഇസ് സീൻ in the troposphere up to a height of about 10 kilometer. That is, there are mainly two type of lapse rates. അപ്പോൾ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ലാപ്സ് റേറ്റ് ആണുള്ളത്. ദാറ്റ് ഈസ് ELR ആൻഡ് ALR. ELR എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്, അതുപോലെ തന്നെ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ്. That is, the degree of stability of atmosphere depends on the rate of change of ambient temperature with respect to at altitude. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ടെമ്പറേച്ചർ. ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതായത് ഡിക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. ദെൻ ഇനി നമുക്ക് ELR ഉണ്ട്, ALR, ടു ടൈപ്പ് ഓഫ് ലാപ്സ് റേറ്റ് ആണ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ലാപ്സ് റേറ്റിൽ ELR ആണ്, എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ആണ് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ഈസ് the rate of decrease of temperature with altitude in the stationary atmosphere at a given time and location. Then it is not affected by the saturation of water vapor in the atmosphere, and it is the actual lapse rate at any point due to the actual prevailing conditions.
എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ലാപ്സ് റേറ്റ് ആണ്. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റലിലെ ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഇതിനൊക്കെ അനുസരിച്ച് വാരി ചെയ്യും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഈ LR എന്താണ്? ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഇൻ ദ സ്റ്റേഷനറി അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ ടൈം ആൻഡ് ലൊക്കേഷൻ. സോ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് dT/dz is equal to -6.5 ഡിഗ്രി സെൽഷ്യസ് ബൈ 1000 meters ആണ്. ദാറ്റ് ഈസ് 1000 meters, അതായത് എവറി 1000 meters നമ്മൾ അപ്വേർഡിലോട്ട് പോകുന്നതിനനുസരിച്ച് 6.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റിഡക്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതാണ് എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് ആണ്. അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിലോ ഫിസിക്സിലൊക്കെ അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന്. സോ അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് റീകോൾ ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് എ സിസ്റ്റം ഹാസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ്, ദാറ്റ് ഈസ് ദർ ഇസ് നോ എനർജി ട്രാൻസ്ഫർ ഇൻ ടു ദ സിസ്റ്റം ഓർ ടു ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി അണ്ടർഗോയിങ് അഡിയബാറ്റിക് പ്രോസസ്സ്. അതായത് നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം അതിൻ്റെ അകത്ത് തന്നെ ചേഞ്ചസ് വരുത്താം, പക്ഷേ നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് ഇത് എനർജി ചേഞ്ചസ് ഒന്നും എനർജി ട്രാൻസ്ഫർ ഒന്നും നടത്തുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് എന്ന് നോക്കാം. Then it is actually the theoretical lapse rate. Environmental lapse rate എന്ന് പറയുന്നത് ആക്ച്വൽ ആയിരുന്നു. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? തിയററ്റിക്കൽ ആണ് അഡിയബാറ്റിക്. ALR is the rate at which temperature decrease with altitude when the air is either dry or moist. Then air is moist when it is saturated by water vapor and dry when there is not much water vapor. Then dry adiabatic lapse rate is represented by gamma. നമ്മൾ ഡ്രൈ അഡിയബാറ്റിക് പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സോ ഡ്രൈ അഡിയബാറ്റിക് ലാപ്സ് റേറ്റും ഉണ്ട്, വെറ്റ് അഡിയബാറ്റിക് ലാപ്സ് റേറ്റും ഉണ്ട്. അതിൻ്റെ മുൻപേ ആയിട്ട് നമ്മൾ പറഞ്ഞു അഡിയബാറ്റിക് പ്രോസസ്സാണ് നടക്കുന്നത്. സോ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ പൊല്യൂട്ടൻറ്റിന് എങ്ങനെയാണ്, അതായത് നമ്മുടെ വെഹിക്കിൾസിൽ നിന്നൊക്കെ വരുന്ന ഒരു എയർ പഫ് ഉണ്ടായിരിക്കും, അതെങ്ങനെയാണ് ഈ സറൗണ്ടിങ്ങിൽ അഡിയബാറ്റിക് സിസ്റ്റമായിട്ട് നിൽക്കുന്നതെന്നൊന്ന് നോക്കണം. ദാറ്റ് ഈസ് നമ്മുടെ എയർ പാർസൽ എവിടെ നിന്ന്, വെഹിക്കിൾസിൽ നിന്നൊക്കെ വരുന്ന എയർ പാർസൽ എന്താണ്, അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത് അപ്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, മുകളിലോട്ട് പോകുന്തോറും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ അതിൻ്റെ അകത്തെ ആ സിസ്റ്റത്തിൻ്റെ ഈ എയർ പഫിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂടും, അതുപോലെ തന്നെ പ്രഷർ കുറയുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ടെമ്പറേച്ചർ വിത്തിൻ ദ പാർസൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതായിട്ട് എന്താണ്, നമ്മുടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇവിടെ നടക്കുന്ന അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ റിഡക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എക്സ്പാൻഷൻ ഓഫ് എയർ പഫ് കാരണം, അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ പ്രഷർ ഇൻസൈഡ് ദ എയർ പഫ് കാരണമാണ് ടെമ്പറേച്ചർ റിഡക്ഷൻ അവിടെ ഉണ്ടാവുന്നത്. സോ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ള അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് അത് തിയററ്റിക്കലാണ്. അതുപോലെ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഡ്രൈ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗാമ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗാമയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് dT/dz is equal to -10 degrees Celsius by 1000 meters. That is, increase in altitude of 1000 meter, there is reduction in 10 degrees Celsius. അതായത് എവറി 1000 meter ഇൻക്രീസിലും അവിടെ ഒരു 10 degrees Celsius ടെമ്പറേച്ചർ റിഡക്ഷൻ ഉണ്ടായിരിക്കും. Then the ALR for dry air is denoted by DALR, and for wet or saturated air is denoted by WALR or SALR. Then ഇനി WALRും അല്ലെങ്കിൽ SALR is usually 1/3 of DALR, and WALR
is independent of altitude. ആൾട്ടിറ്റ്യൂഡിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് 1/3 നമ്മൾക്ക് DALR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ 1/3 ആയിരിക്കും WALR എന്ന് പറയുന്നത്. Then atmospheric stability conditions. A comparison of ELR and ALR gives an idea about degree of stability of atmosphere. And basically there are 3 types of atmospheric stability condition. So നമ്മൾ ALRനെയും ELRനെയും കമ്പയർ ചെയ്യാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി കണ്ടീഷനെ കുറിച്ചൊരു ഐഡിയ തരും. ദാറ്റ് ഈസ് ELR, ഇതിൻ്റെ അകത്ത് ELP ആണ്, ELR ആണ്. ELR ഗ്രേറ്റർ ദാൻ ALR ആയിക്കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. അതായത് ELR നമ്മുടെ എൻവറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് കൂടുതലാണ് നമ്മുടെ ALRനേക്കാളും. അപ്പം അത് അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. ദെൻ ELR ഈക്വൽ ടു ALR ആണെങ്കിൽ ന്യൂട്രലി സ്റ്റേബിൾ കണ്ടീഷനാണ്. ദെൻ ELR ലെസ് ദാൻ ALR ആണെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷനാണ്. സോ നമുക്ക് ഇതിൽ ഓരോ കണ്ടീഷനും നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ELR ഗ്രേറ്റർ ദാൻ ALR. അത് ELR ആണ്. എ റൈസ് ഇൻ എയർ പാർസൽ cooling at adiabatic rate will be warmer and less dense than the surrounding atmosphere. Then as it comes upward, it enters into a region of reducing pressure and temperature reduces and it becomes buoyant and continues its upward motion, and its lapse rate is called a super adiabatic, and the atmosphere is said to be unstable. So ELR greater than ALR ആയി കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആവും. ആൻഡ് ദർ ഇസ് thorough vertical mixing of pollutant with the surrounding, and the pollutant are dispersed quickly and completely. So unstable condition quickly and completely നമ്മുടെ എയർ പാസിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് മിക്സ് ആവും. അപ്പം നെക്സ്റ്റ് ELR equal to ALR ആണ്. The rising parcel of air will have the same pressure, temperature and density as the surrounding and the environment, and there will not be any buoyant force. Okay, the parcel of air neither tend to return to its original position nor it tend to continue its displacement, and this type of atmosphere is said to be neutrally stable. നമ്മൾ എമിറ്റ് ചെയ്തത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ നമ്മുടെ അതായത് അപ്വേർഡ് മൂവ്മെൻറ്റും ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവില്ല. ന്യൂട്രലായിട്ട് നമ്മുടെ എയർ പാസിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ ELRും ALRും ഈക്വൽ ആയിരിക്കും. ദെൻ ELR ലെസ് ദാൻ ALR ആണെങ്കിൽ എ റൈസിങ് എയർ പാസൽ ബിക്കം കൂളർ ആൻഡ് മോർ ഡെൻസ് ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്. ദി എയർ പാസൽ ടെൻഡ് ടു ഫോൾ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. Then the lapse rate is called as subadiabatic, and the atmosphere is said to be stable, and there is very less vertical mixing of pollutant with the surrounding, and the pollutant can be dispersed very slowly. സോ നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ എയർ പാസിൽ സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്വേർഡ് മൂവ്മെൻറ്റിന് പകരം സിങ്കിങ് ആണ് ഉണ്ടാവുന്നത്. സോ ഇവിടെ നമ്മുടെ വിൻഡുമായിട്ട് എന്താണ് മിക്സ് ചെയ്യുന്നത്, അതായത് എയർ പാസിൽ സ്ലോലി ഡിസ്പേഴ്സ് ആവേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റിയുടെ അൺസ്റ്റേബിൾ, സ്റ്റേബിൾ, ന്യൂട്രൽ. അൺസ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ സിങ്കിങ് ആണ് ഉണ്ടാവുന്നത്. ദെൻ ന്യൂട്രൽ ആണെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്താണോ നിർത്തിയിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. So unstable condition the air parcel is warmer than its surrounding, so it rises and expands. Air parcel warmer ആവും, then rise ചെയ്യും, then expand ചെയ്യും. Okay, then അടുത്തെന്ന് പറഞ്ഞാൽ the parcel is cooler than its surrounding, so it sinks and compress. സിങ്ക് ചെയ്യും, കംപ്രസ് ചെയ്യും. സ്റ്റേബിൾ കണ്ടീഷനിൽ ഇത് എയറുമായിട്ട് ഡിസ്പേഴ്സ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. പക്ഷേ അൺസ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്യും. ദെൻ ന്യൂട്രൽ ആണെങ്കിൽ ദ പാർസൽ ഈസ് ദ സെയിം ടെമ്പറേച്ചർ ആസ് ഇറ്റ് സറൗണ്ടിങ്, സോ നോ ചേഞ്ച്.
ചേഞ്ച് ഉണ്ടാവില്ല. അത്രയാണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി പറയുന്നത്.